പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സലാർ പാർട്ട് 1 സീസ് ഫയർ എന്ന തെലുങ്കു മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 റിലീസായ ആക്ഷൻ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് സലാർ പാർട്ട് 1 സീസ് ഫയർ. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശത്ത് നിന്നും ഒരു പെൺകുട്ടി നാട്ടിലേക്ക് എത്തുകയാണ്. ആ വിവരം മനസ്സിലാക്കുന്ന കാൻസാർ സിറ്റിയിലുള്ള ചിലർ അവളെ കൊലപ്പെടുത്താനായി ആളുകളെ അയക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്ന അവളുടെ അച്ഛൻ അവളെ സംരക്ഷിക്കാനായി ഒരു മെക്കാനിക്കായിട്ടുള്ള ദേവയുടെ വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിടുകയാണ്. ആരാണ് ഈ ദേവ എന്നുള്ളതും ഇവരൊക്കെ കാൻസാർ സിറ്റിയുമായി ഏത് വിധത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സലാർ പാർട്ട് 1 എന്ന സിനിമ ഇപ്പോൾ തെലുങ്കിനോടൊപ്പം മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ബിംഗ് ഒക്കെ ലിപ്സിംഗോടെ അത്യാവശ്യം മികച്ചതായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചില ഡയലോഗുകളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് വന്നതൊന്നും അത്ര രസകരമായി തോന്നിയില്ല. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളുമൊക്കെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു. രവി ബാസൂർ ഒരുക്കിയിരിക്കുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമൊക്കെ ഡീസൻ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രശാന്ത് നീലിൻ്റെ തന്നെ ആദ്യ സിനിമയായ ഉഗ്രം മൂവിയുടെ സ്റ്റോറി ലൈനോടെ തന്നെയാണ് ഈ ചിത്രവും കഥ പറഞ്ഞു പോകുന്നത്. ആ ഒരു സ്റ്റോറിയെ പ്രശാന്ത് നീലിൻ്റെ മേക്കിംഗ് സ്റ്റൈലിൽ 2 പാർട്ടുകളാക്കി കുറച്ച് ഗ്രാൻഡായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസമുള്ളത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ബിൽഡപ്പും ഒക്കെയായി കുറച്ച് സ്ലോ പേസിലാണ് മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇൻ്റർവെൽ പഞ്ചും പുതിയ ഒരു സാമ്രാജ്യത്തിൻ്റെ രൂപീകരണവും ആക്ഷൻ രംഗങ്ങളും എൻഡ് പഞ്ചുമൊക്കെയായി സിനിമ നല്ല എൻഗേജിംഗ് ആയും രസകരമായുമൊക്കെ അനുഭവപ്പെടുന്നത്. പിന്നെ പതിവ് പ്രശാന്ത് നീൽ സിനിമകളിലെ പോലെ കൂടുതൽ മാസ് രംഗങ്ങളും മാസ് BGMകളും പഞ്ച് ഡയലോഗുകളൊന്നും ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് നൽകി ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിലുടനീളം ഒരുപാട് ബിൽഡപ്പ് സീനുകളൊക്കെ ഉണ്ടെങ്കിലും അതിനും മാത്രമുള്ള ഒരു മാസ് ഫീലൊന്നും സിനിമയ്ക്ക് കിട്ടിയതായി തോന്നിയില്ല. അതുപോലെ തന്നെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടെങ്കിലും KGFലൊക്കെ കണ്ടതുപോലെ ഒരു വിശ്വാസ്യതയൊന്നും ആക്ഷൻ രംഗങ്ങളിലും ഫീൽ ചെയ്തിട്ടില്ല. പ്രധാന പ്രശ്നമെന്നത് മേക്കിംഗ് സ്റ്റൈലിലായാലും സ്റ്റോറിയിലായാലും ഒക്കെ തന്നെ ആ ഒരു ഫ്രഷ്നെസ്സോ പുതുമയോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നത് തന്നെയാണ്. ഉഗ്രം സിനിമയിലെ പല സംഭവങ്ങളെയും സെയിം ടു സെയിം തോന്നിക്കുന്ന രീതിയിൽ ഇതിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉഗ്രം സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി നന്നായി ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ആക്ഷൻ ത്രില്ലർ ഡ്രാമ സിനിമകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായാണ് സലാർ പാർട്ട് 1 സീസ് ഫയർ അനുഭവപ്പെട്ടത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.